ഹലോ ഫ്രണ്ട്സ്, അകലെ യാമിനി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഋതിക വന്നിട്ട് പറയുക, ചെറിയമ്മേ എനിക്കൊരു കാര്യം ചോദിക്കണം. അച്ഛൻ്റെ ഈ തിരക്കും വെപ്രാളമൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിക്കുക, എൻ്റെ അമ്മയുടെ പേര് പോലും പറയാൻ മടിക്കുന്ന എൻ്റെ അച്ഛൻ എന്തിനാ പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ വരുന്നതിന് ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? അത് മോളെ, സൂര്യമംഗലം കൊട്ടാരത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് ഈ സരസ്വതിബായി തമ്പുരാട്ടി ഉള്ളത്. എല്ലാവർക്കും മതിപ്പും ബഹുമാനവും ഒക്കെയുള്ള നല്ലൊരു സ്ത്രീയാണ് മോടെ ഈ അമ്മമ്മ. എന്ന് വെച്ചാൽ വലിയ പ്രതാപിയാ, എല്ലാവർക്കും വലിയ പേടിയാ മോടെ അമ്മാമ്മേ. മോളുടെ അമ്മയെ പ്രതാപേട്ടൻ വിവാഹം കഴിക്കുന്ന ഇഷ്ടമല്ലാഞ്ഞിട്ടേ അവരുടെ കൽക്കട്ടയിലുള്ള പാലസിലോട്ട് ഈ തമ്പുരാട്ടി അങ്ങ് തിരിച്ചു പോയതായിരുന്നു. പിന്നെ ഇപ്പോഴാ തിരിച്ചു വരുന്നത്. അപ്പോൾ ശേഖർ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, എന്തുവാ ഋതിമോക്ക് സംശയം? അല്ല ചെറിയച്ച, ഞാനത് ചോദിക്കുമായിരുന്നു. അപ്പം യാമിനി പറയുക, അമ്മമ്മയെക്കുറിച്ച് ചോദിക്കുക മോള്. സരസ്വതി തമ്പുരാട്ടിയെ നാട്ടിലോട്ട് തിരിച്ചു വന്നത് തന്നെ ഒരു അത്ഭുതമാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ മഹാഭാഗ്യം, പ്രത്യേകിച്ചും മോളുടേത്. എന്തായാലും ശേഖരേട്ടാ, ഇങ്ങോട്ട് തമ്പുരാട്ടി വരുന്നതിന് എന്തെങ്കിലും ഒരു തക്കതായ കാരണം കാണും, അല്ലാതെ ഒരിക്കലും ചുമ്മാതെ വരില്ല. അംബികയുടെ വെപ്രാളവും പടുതിയൊക്കെ കണ്ടിട്ട് ദീപക്ക് പറയാം, എൻ്റെ അമ്മ ഇങ്ങനെ ടെൻഷനാകാതെ. അമ്മയുടെ ഈ ടെൻഷനൊക്കെ കാണുമ്പോൾ എനിക്കും പതുക്കെ പതുക്കെ പേടി തോന്നുക. പേടിക്കണം ദീപക്കെ, നീ വളരെ സൂക്ഷിച്ചോണം. നീ വിളച്ചിലൊന്നും കാണിക്കല്ലേ, അവർ ഒതുക്കി കളയും നിന്നെ. നിന്റെ തരികടപ്പണികളൊന്നും അവരുടെ മുന്നിൽ എടുക്കരുതെന്ന്. അമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാനേതോ കൾച്ചറില്ലാത്ത ആളാണെന്ന്. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ വലിയ കൾച്ചറുള്ള ആളായതുകൊണ്ടാണല്ലോ ഇവിടെ ഒരുത്തി ഒരു കൊച്ചിനെ ഒക്കത്ത് വെച്ചോണ്ടേ അനാഥപ്രേതത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്. അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒളിയം വിട്ട് തന്നെ അമ്മ ഇങ്ങനെ സന്തോഷിക്കരുത് കേട്ടോ. അമ്മ കേട്ടിട്ടില്ലയോ, നമ്മുടെ ചില പുരാണ കഥകളിൽ പോലും ഇങ്ങനെയൊക്കെ ചില മുനിമാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നാണോ ഈ ദീപക്കിന്? അതിനെ നിനക്ക് പുരാണ കഥ വല്ലതും അറിയാവോടാ? അറിയാമേ, ഞാൻ ചിത്രകഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഏതൊരു പോലീസുകാരനും ഒരബദ്ധമൊക്കെ പറ്റും. ഒരു കാര്യം ഞാൻ നിന്നോട് പ്രത്യേകം പറയുക, നീയും ആ ദിവ്യമായിട്ടുള്ള കണക്ഷൻസ് ഒന്നും ആ സരസ്വതി തമ്പുരാട്ടി അറിഞ്ഞു പോകരുത്. അതൊന്നും അറിയാൻ പോകുന്നില്ലമ്മേ. അവൾ ഇവിടുത്തെ തൂപ്പുകാരിയാണെന്ന് പറഞ്ഞാൽ മതി. അവർ വരുമ്പോൾ ഇവൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു. അവരിങ്ങോട്ട് വരട്ടമ്മേ, അപ്പം നോക്കിയാൽ പോരെ. ഇടാ, നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? അവരൊരു മഹാറാണിയാണ്, കൊല്ലും കൊലയൊക്കെ നടത്തുന്ന കൊട്ടാരത്തിലെ മഹാറാണി. അതിനിക്കാലത്ത് എവിടെ അമ്മേ രാജാവും രാജ്ഞിയൊക്കെ ഇരിക്കുന്നത്? എടാ, അവരിപ്പോഴും മഹാറാണിയെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. മഹാദുഷ്ടയായ ഒരു സ്ത്രീയാണ് അവർ. എന്നേക്കാൾ 10 ഇരട്ടി ദുഷ്ടത അവർക്കുണ്ട്. അവരിങ്ങോട്ട് വരുന്നത് തന്നെ എൻ്റെ നാശം കാണാൻ. അമ്മ പേടിക്കാതെ, അവരിങ്ങോട്ട് വരട്ടെ. വരുന്ന കാലത്ത് തന്നെ അവർ പിന്നെ തിരിച്ചു പോവില്ല. എൻ്റെ അമ്മയോട് അവരെന്തെങ്കിലും കാണിക്കുകയോ പറയുകയോ ചെയ്യുവാണെങ്കിൽ തട്ടിക്കളയും ഞാൻ അവരെ. എടാ, നീ ഞൊട്ടും. നീ അവരുടെ കയ്യിൽ നിന്ന് പടുമരണം മേടിച്ച് കെട്ടല്ലേടാ ദീപക്കെ. അമ്മയെന്ന നിലയിൽ എനിക്ക് അത്രേ നിന്നോട് പറയാനുള്ളടാ. പ്രതാപനും ശേഖരനും അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നോക്കുവാണ്. ശേഖരൻ ചോദിക്കുന്നു, അമ്മ എത്താറായോ ചേട്ടാ? അത് വെള്ളയമ്പലം കഴിഞ്ഞെന്നാണ് അറിഞ്ഞത്. യാമിനി പറയാ, അയ്യോ, എന്നാൽ ഇപ്പോഴിങ്ങ് എത്തും പ്രതാപേട്ട. രാജുവാണെങ്കിൽ ബൊക്ക വാങ്ങിക്കാൻ പോയിട്ട് ഇങ്ങ് എത്തിയതുമില്ല. പ്രതാപൻ ചോദിക്കോ, ബൊക്കയോ? അയ്യോ യാമിനി, അതൊന്നും വേണ്ട. അമ്മ വല്ലാത്ത ഒരു ക്യാരക്ടറാ, പിന്നെ കളിയാക്കുവാണെന്ന് വിചാരിക്കും. ഒക്കെ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞെന്നിരിക്കും ചിലപ്പോൾ ആ ഒരു കാരണം മതിയാവും അപ്പോൾ തന്നെ തിരിച്ചു പോകാൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശേഖരേട്ട? പഞ്ചപുച്ഛം അടക്കി നിന്നാൽ എല്ലാവർക്കും കൊള്ളാം. ഈ അമ്മയ്ക്ക് ഒരുപാട് പ്രായമുണ്ടോ ചേട്ടാ? ഞങ്ങൾ കണ്ടിട്ട് കുറേ വർഷമായില്ലേ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ കണ്ടിരുന്നു. അതിൽ അത്ര വലിയ ഏജൊന്നും തോന്നിയില്ല. അംബികയും ദീപക്കും അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എത്താറായോ പ്രതാപ? ഇപ്പോൾ എത്തും ചേച്ചി. വരുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനമായാന്. അതിന് ചേച്ചി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്തായാലും മനസ്സുകൊണ്ട് വളരെ നല്ല ആളാണ് അമ്മ. ശേഖരൻ അങ്ങനെ പറഞ്ഞത് അംബികയ്ക്ക് തീരെ ഇഷ്ടമായില്ല. അംബികയെ ഉദ്ദേശിച്ചാണോ ഇനി ശേഖരൻ അങ്ങനെ പറഞ്ഞതെന്ന് ഒരു സംശയമില്ലാതില്ല. ഋതിക അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. യാമിനി പറയുക, അമ്മയ്ക്ക് ആരതി ഒഴിയണം, അത് ഋതുമോള് ചെയ്യട്ടെ. ഉടനെ അംബിക പറയുക, അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്തില്ലെങ്കിലേ അമ്മ തന്നെ എന്നോട് ചോദിക്കും, അംബികാദേവി എന്താ നിനക്ക് എന്നോട് വെറുപ്പാണോ എന്ന്. അതുകൊണ്ടേ ആരതി ഒഴിയേണ്ടതൊക്കെ എൻ്റെ ചുമതലയാണ്. അപ്പോൾ രാജു ബൊക്കയും അടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് കണ്ടിട്ട് അംബിക മകൻ്റെ ചെവിയിൽ പറയുന്നു, ദാണ്ട വരുന്നടാ അപശകുനം. യാമിനി പറയുന്നു, രാജു ബൊക്കയൊന്നും വേണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അംബിക പറയാം, അതൊന്നും കുഴപ്പമില്ല, ഏതായാലും വാങ്ങിയതല്ലേ, അത് ഞാൻ തന്നെ കൊടുത്തോളാം. അംബിക രാജുവിനോട് പറയാം, രാജു ഞാൻ നിന്നെ നോക്കും, അന്നേരം നീ എൻ്റെ കയ്യിലോട്ട് ബൊക്ക തന്നാൽ മതി. ഓക്കെ മാഡം.
എല്ലാവരും സരസ്വതി ദേവി തമ്പുരാട്ടിയെ കാത്തിങ്ങനെ നിൽക്കുവാണ്. അപ്പോഴതാ അങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. പ്രതാപ, അമ്മയാണെന്ന് തോന്നുന്നു വന്നത്. യാമിനി, ആരതി തട്ടിങ്ങേട്, ഞാൻ ആരതി കൊണ്ട് ഒഴിയട്ടെ എന്നും പറഞ്ഞ് അവരെല്ലാവരുടെ ഫ്രണ്ടിലോട്ട് വരുവാണ്. കാറ് തുറന്നിറങ്ങുന്ന തമ്പുരാട്ടിയുടെ ബാല്യക്കാരി കണ്ട് അവരൊക്കെ അങ്ങ് അന്തം വിട്ടുപോയി. മഹാറാണിയെ ആദ്യമായിട്ട് കാണുന്നവർ വിചാരിച്ചു ഇതാണോ ഇനി മഹാറാണി? ആ രീതിക്കത്തെ മേക്കപ്പാണ് ബാല്യക്കാരിക്ക്. ബാല്യക്കാരി താനാണ് വലിയ മഹാറാണി എന്നുള്ള ഭാവത്തിൽ വലിയ ഗമയിൽ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, മഹാറാണിക്ക് അകത്തോട്ട് വരാൻ ഇവിടെ പട്ടു പരവതാനി ഒന്നും വിരിച്ചില്ലയോ? അയ്യോ, അങ്ങനൊരു സജ്ജീകരണം നമ്മൾ ഒരുക്കിയില്ലല്ലോ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. പുഷ്പമഴ പെയ്യിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നിങ്ങൾ ഒരുക്കിയില്ലയോ? ഓലപ്പടക്കം, മാലപ്പടക്കം അങ്ങനെ ഒന്നുമില്ലയോ? 8 നില പൊട്ടിക്കാൻ ഒരു കുന്തം പോലും നിങ്ങൾ ഒരുക്കിയില്ലയോ എന്നൊക്കെയാ ബാല്യക്കാരി ചോദിക്കുമ്പോൾ ഋതിക ഇങ്ങനെ അന്തം വിട്ട് പേടിക്കുവാണോ പുച്ഛമാണോ ഒന്നും അറിയില്ല, അതിശയത്തോടിങ്ങനെ നിൽക്കുവാണ്. ഇതൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ ഓടിച്ചെന്ന് ആ കാറിൻ്റെ ഡോറ് തുറന്നെടുത്ത് മഹാറാണിയെ ഇറക്കുവാണ്. മഹാറാണി അങ്ങനെ ഇറങ്ങി നിന്ന് പരിസരമൊക്കെ വീക്ഷിക്കുവാണ്. യാമിനി ഋതിയോട് പറയുന്നു, മോളെ, ഇതാ മോടെ അമ്മാമ്മ. ദീപക്കിനവരെ കണ്ടിട്ട് തീരെ ഇഷ്ടമായില്ല. അവനിങ്ങനെ നോക്കി നിൽക്കുക. മഹാറാണി അങ്ങനെ നടന്നു വരുന്നതെന്നൊക്കെ എല്ലാവരും ഒരു അത്ഭുത കാഴ്ച പോലെ നോക്കി നിൽക്കുവാണ്. പെട്ടെന്ന് അംബിക ചിരിച്ചോണ്ട് ആരതി ഒഴിയാനായിട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ മാറി നിൽക്ക് എന്നും പറഞ്ഞ് അംബികയുടെ നേരെ ഒരു അലർച്ച. മാറി നിൽക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? എന്താ, നീ എന്നെ തീ വെച്ച് നശിപ്പിക്കാൻ പോവാണോ? മാറി നിൽക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? അമ്പിയെ അങ്ങ് ചമ്മി വിളറി നാണിച്ച് അവിടെ നിൽക്കുവാണ്. ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ എന്നിങ്ങനെ ഒച്ചത്തി ചോദിക്കുവാണ്. അംബികയ്ക്ക് കൊടുത്ത പണി കണ്ട് ശേഖരനങ്ങ് ചിരി വരുവാണ്. ഋതിക പേടിച്ച് വിറച്ച് യാമിനിയുടെ പുറകെ നിൽക്കുവാണ്. പെട്ടെന്ന് തമ്പുരാട്ടി വിളിക്കുന്നു, ഋതിക എവിടെ? അവളെ ഇങ്ങോട്ട് വിളിച്ചേ, അവളെനിക്ക് ആരതി ഒഴിഞ്ഞാൽ മതി. അത് കേട്ടപ്പോൾ രാജുവിൻ്റെ മുഖത്തെ ഒരു ചിരി കാണണം. യാമിനിക്കും ശേഖരനും എല്ലാം ഭയങ്കര സന്തോഷം. ഋതികയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. അപ്പോൾ ബാല്യക്കാരി പറയുന്നുണ്ട്, കുട്ടി വാങ്ങിച്ചത് ആരതി ഒഴിഞ്ഞോളൂ. പുലിയെപ്പോലെ വന്ന അംബിക എലിയെപ്പോലെയായി ആ ആരതി തട്ട് ഋതികയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ഋതിക അങ്ങനെ അവിടെ അമ്മമ്മയ്ക്ക് ആരതി ഒഴിയുവാണ്. ശേഖരൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തമ്പുരാട്ടിക്ക് ബൊക്ക കൊടുക്കുന്നു. അതിനുശേഷം എല്ലാവരും ചേർന്ന് സരസ്വതിബായി തമ്പുരാട്ടി അകത്തോട്ട് ആനയിക്കുവാണ്. സരസ്വതിബായി തമ്പുരാട്ടി സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ അങ്ങനെ പ്രതാപിയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുവാണ് സോഫയിൽ. എല്ലാവരും അവിടെ നിൽക്കുവാണ്. അംബികയാണെങ്കിൽ ആരംഭമേ പിഴച്ചു പോയല്ലോ, ആ ഒരു കുറ്റബോധവും നാണക്കേടും കൊണ്ട് അങ്ങനെ നിൽക്കുവാണ്. ശേഖരൻ യാമിനിയോട് പറഞ്ഞ് ഇളനീർ വാങ്ങിച്ച് തമ്പുരാട്ടിക്ക് കൊടുക്കുന്നുണ്ട്. വലിയ ഗൗരവത്തിൽ തന്നെയാണ് തമ്പുരാട്ടിയുടെ ഇരിപ്പും ഭാവവും നോട്ടമൊക്കെ. ബാല്യക്കാരിക്ക് കരിക്കാരും കൊടുത്തില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരി പറയാ, ആദ്യം ഞാൻ കഴിച്ചു നോക്കിയിട്ട് എന്തും തമ്പുരാട്ടിക്ക് കൊടുക്കാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. സരസ്വതിബായി തമ്പുരാട്ടിക്ക് ദേഷ്യം വന്ന്, ജ്ഞാനശൂന്യ പശു, മിണ്ടാതിരിക്കടി അവിടെ. വിവരദോഷി, ഈ നിൽക്കുന്ന ആരാണെന്നറിയാവോ? എൻ്റെ മരുമകൻ മാത്രമല്ല, ഈ സ്റ്റേറ്റിന് ഭരിക്കുന്ന ഒരു മന്ത്രി കൂടെയാണ്. പ്രതാപൻ ഇവിടെ ഇരിക്കുക. അയ്യോ വേണ്ടമ്മേ, എനിക്കിരിക്കാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ ഇരിക്കുക. പണ്ടത്തെ പ്രതാപനല്ല, ഇപ്പോഴത്തെ പ്രതാപവർമ്മ. നീ ഇപ്പോൾ വലിയ ആളല്ലേ, പൊതുജനങ്ങളുടെ മുന്നിൽ വലിയ ആള്. കുടുംബത്തിൻ്റെ പേര് നിലനിർത്തി യാതൊരു കളങ്കമില്ലാതെ നാട് ഭരിക്കുന്ന ഒരു മിനിസ്റ്റർ. അതുകൊണ്ട് തനിക്ക് എൻ്റെ അടുത്ത് ഇരിക്കാം എന്ന് പറയുമ്പോൾ പ്രതാപൻ അവിടെ ഇരിക്കുവാണ്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഉടനെ അംബികയും പോയി അടുത്തങ്ങോട്ട് ഇരിക്കാനായിട്ട് പോകുമ്പോൾ അംബികയോട് ഇരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അംബിക വീണ്ടും വിളറി ചമ്മിപ്പോയി. എല്ലാവരും അത് കണ്ട് ചിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ അമ്മ അപമാനഭാരം കൊണ്ട് തലകുനിച്ച് നിൽക്കുന്നത് ദീപക്കിന് ഒട്ടും സഹിക്കുന്നില്ല. അവനിങ്ങനെ പല്ലും കടിച്ചവിടെ നിൽക്കുവാണ്. വേലക്കാരുടെ കണക്കൊരു കളിയാക്കൽ അംബികയോട്. പറയുന്നതനുസരിച്ചില്ലെങ്കിലേ പണി നല്ല പാൽപ്പായസത്തിലങ്ങ് കിട്ടും. ദീപക്ക് മനസ്സിൽ പറയാം, എൻ്റെ കൺട്രോൾ വിട്ട് നിൽക്കുക. എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ പറ പ്രതാപ. എന്തു പറയാനമ്മേ, എല്ലാം നല്ല വിശേഷങ്ങൾ, എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഭരണതലത്തിൽ എന്തായാലും നല്ല പ്രഷർ ഉണ്ടാവുമല്ലോ, അതൊക്കെ സ്വാഭാവികമല്ലയോ അമ്മേ. എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രഷർ ഉണ്ടാകും. പിന്നെ പൊളിറ്റിക്സ് ആയപ്പോൾ അതിൻ്റെതായ പ്രഷർ കൂടും. അതിന് നല്ല ഉൾക്കരുത്തുണ്ടായാൽ മതി പ്രതാപ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ശേഖര, നിനക്ക് സുഖം തന്നെയല്ലയോ? ഇത് യാമിനിയല്ലയോ? കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുന്നത് ഞാനിത് ആദ്യമായിട്ടാണ്. രാജുവിനെ നോക്കിയിട്ട് ചോദിക്കുന്നു, ഇതാരാ? അത് അമ്മേ, എൻ്റെ പിയെയാ രാജു. ഇവിടെ കുടുംബക്കാർ തമ്മിൽ സംസാരിക്കുമ്പോഴേ ഇവിടെ പിയയ്ക്ക് എന്താണ് കാര്യം? അങ്ങനെ പറഞ്ഞത് അംബികയ്ക്കും മകനും അല്പം സുഖിച്ചു കേട്ടോ. പ്രതാപൻ പറയുന്നു, രാജു ഈ വീട്ടിലൊരു കുടുംബാംഗം പോലെയാണമ്മേ. രാജു അങ്ങ് പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് തമ്പുരാട്ടി പറയുന്നു, താനവിടെ നിൽക്കടോ.
ഞാനങ്ങനെ പറഞ്ഞെന്നും കരുതി താൻ പോകണ്ട. ഇവിടുത്തെ കുടുംബാംഗമാണെന്നുണ്ടെങ്കിൽ താൻ ഇവിടെ തന്നെ നിൽക്കി. ദീപക്കിനെ നോക്കിയിട്ട് തമ്പുരാട്ടി മനസ്സിൽ പറയുന്നു, ഈ ലക്ഷണം കെട്ടവനായിരിക്കും അംബികയുടെ സൽപുത്രൻ. ഇവനെ കണ്ടാൽ തന്നെ ഇവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുക്കാൻ തോന്നും. അപ്പോൾ തമ്പുരാട്ടി എന്തൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള വരവാണെന്ന് തോന്നുന്നു. അംബികയോട് ചോദിക്കുന്നു, ഇവനാണോ അംബികയുടെ മകൻ? ഇവനെന്തുവാ തൊഴിൽ എന്നിങ്ങനെ ചോദിച്ചത് പ്രതാപം പോലും ഞെട്ടിപ്പോയി. എന്തു പറയാനാ, ഇവന് എന്ത് തൊഴിലാ ഉള്ളത്? ഇവന് തൊഴിലൊന്നും ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ആരും ഒന്നും മിണ്ടാത്തത്. പെട്ടെന്ന് ദീപക്കിന് ദേഷ്യം വന്നിട്ട് പറയാ, എനിക്ക് തൊഴിലൊക്കെ ഉണ്ട്, അതെല്ലാവരുടെയും മുന്നിലേ വിശദീകരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ദീപക് അങ്ങനെ പറഞ്ഞത് കേട്ട് പ്രതാപനും ശേഖറും അംബികയും എല്ലാം ഞെട്ടി നിൽക്കുക. ദൈവമേ, ഇപ്പോൾ ഇവിടെ കൊലപാതകം തന്നെ നടക്കുമല്ലോ. തമ്പുരാട്ടി ദീപക്കിൻ്റെ നേരെ കൈ നൂണ്ടിയിട്ട് പറയുന്നത്, തർക്കുത്തരം പറഞ്ഞ എന്ത് ശിക്ഷയാണ് ഞാൻ തരാൻ പോകുന്നതെന്ന് നിൻ്റെ അമ്മയോട് തന്നെ ചോദിക്കടാ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതിന് കുറച്ച് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പയ്യെ പറയാം. ഇപ്പോഴെനിക്ക് യാത്രാക്ഷീണം നല്ലതുപോലുണ്ട്, എനിക്കൊന്ന് ഉറങ്ങണം. എൻ്റെ മുറി ഏതാ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ മുറി കാണിച്ചു കൊടുക്കുന്നു. തമ്പുരാട്ടി അതിനകത്തോട്ട് പോവുകയാണ്. ബാല്യക്കാരി പറയാ, വേണ്ടേ തമ്പുരാട്ടി ഉറങ്ങാൻ പോവാ. തമ്പുരാട്ടി ഉറങ്ങുന്ന സമയത്ത് ആ പരിസരത്തോടെ ഒരു ഈച്ച പോലും വന്നേക്കരുത്. ഈറ്റപ്പൂലി പെറ്റുകിടക്കുന്ന പോലെയാ. ഉറക്കത്തിൽ ദേഷ്യം വന്നാലേ കടിച്ച് കീറിക്കളയെല്ലാത്തിനും. വലിയ തമ്പുരാട്ടിക്ക് കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പുറകെ നിങ്ങൾക്ക് വിശദമാക്കി തരാം. അംബികയും മകനും ചിറകൊടിഞ്ഞ കിളികളെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഋതിക ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് ശേഖരനോടും യാമിനിയോടും പറയാം, എന്താ ഒരു ഹെഡ് വെയിറ്റ്, ഇങ്ങനെയും ഗമയുണ്ടോ ആളുകൾക്ക്? തമ്പുരാട്ടിമാർക്ക് ഇത്രയും ഗമയോ? ഇത് സ്റ്റേറ്റിൻ്റെ ഒന്നും അല്ല, വേൾഡിൻ്റെ തന്നെ തമ്പുരാട്ടിയാണെന്നാ ഭാവം. രാജു പറയാ, അയ്യോ ഋതിക മാഡം ഇങ്ങനൊന്നും പറയല്ലേ, സ്വന്തം അമ്മാമ്മയാ. അതെന്താ രാജു, അമ്മാമ്മയ്ക്ക് എന്താ കൊമ്പുണ്ടോ? മാഡം ഈ പറയുന്നതൊക്കെ ധിക്കാരമാണ്. ഞാൻ എൻ്റെ അമ്മമ്മയാ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയാ പ്രതീക്ഷിച്ചതെന്നറിയാവോ? നല്ല വിളക്ക് പോലൊരമ്മമ്മ, ഇതൊരു കല്ല് വിളക്ക്. ശേഖരൻ പറയാ, മോളീ പറഞ്ഞതൊക്കെ കേട്ട് ചെറിയച്ഛൻ ചിരിച്ചുകൊണ്ടിരുന്നത് ഒരു തമാശ പോലെ കരുതിയ. എന്നാൽ ഇനി ചെറിയച്ഛൻ പറയുന്നത് മോള് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജന്മനാ കിട്ടിയ തറവാടിത്വവും പ്രതാപവും കൊണ്ട് അങ്ങനെ ആയിപ്പോയതാ. അത് അമ്മയുടെ സ്വഭാവവും ശീലവും ഒക്കെയാ. ആ കാണുന്ന ക്യാരക്ടർ ഒന്നുമല്ല അമ്മ. അവരുടെ ഉള്ളു വെറും ശുദ്ധമാണ്. ഇത്രയും നല്ലൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. എന്നാലും ചെറിയച്ഛ, ഞാൻ അമ്മമ്മയുടെ കൊച്ചുമകളല്ലേ, എന്നോടൊരല്പം സ്നേഹം കാണിച്ചുകൂടായിരുന്നോ? യാമിനി പറയാ, ആര് പറഞ്ഞു മോളോട് സ്നേഹമില്ലെന്ന്? ആ കണ്ണുകളിൽ നിറയുമായിരുന്നു മോളോടുള്ള സ്നേഹം. ഞാനത് ശ്രദ്ധിച്ചിരുന്നു മോളെ. സരസ്വതി തമ്പുരാട്ടിയെ ആ നാട്ടിലെ ആളുകളുടെ ഒരു കണ്ണിലുണ്ണിയായിരുന്നു. സൂര്യമംഗലം കൊട്ടാരം എന്ന് വെച്ചാൽ ഏത് പാവങ്ങൾക്കും അവിടെ കയറി ചെല്ലാമായിരുന്നു. ആർക്കും എന്ത് വിഷമവും ചെന്ന് പറയാമായിരുന്നു. എന്നാലും ചെറിയച്ച, അവരുടെ ഭാവം കണ്ട പേടിയാകുന്നു. മനുഷ്യരോടൊരല്പം മയറ്റി പെരുമാറിക്കൂടെ? മോള് അമ്മയെ ക്രമേണ മനസ്സിലാക്കിക്കോളും. പിന്നെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാണിക്കുന്നവരുടെ ശത്രു തന്നെയാണ് അമ്മ. സൂര്യമംഗലം കൊട്ടാരത്തിലെ സരസ്വതി ദേവി തമ്പുരാട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞ് സരസ്വതി ദേവി തമ്പുരാട്ടി വന്നത് അംബിക ഇത്രയും നാളും കാണിച്ച ക്രൂരതകളും കൊലപാതകങ്ങളും എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ആയിരിക്കും. ഇനി ഇതിനെക്കുറിച്ചുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.